Dear students, welcome to the new class of computer science. Today we are discussing principles of programming and problem solving part 3. So we will discuss flowchart. Pictorial representation of algorithm is called flowchart. അപ്പോൾ അൽഗോരിതത്തെ ഒരു ചിത്രത്തിൻ്റെ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഇറ്റ് യൂസസ് സ്പെസിഫിക് സിമ്പിൾസ് ഫോർ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് എറോസ് ഷോയിങ് ദ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ. ഇപ്പോൾ ഫ്ലോ ചാർട്ടിൽ പ്രത്യേകമായ സിമ്പിൾ ഉപയോഗിക്കുന്നുണ്ട് ഫോർ ഇൻസ്ട്രക്ഷൻ നിർദ്ദേശത്തിന്, ആൻഡ് എറോ മാർക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് ഷോയിങ് ദ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ, എവിടത്തേക്കാണ് ഓപ്പറേഷൻസിൻ്റെ ആ ഒരു ഫ്ലോ എവിടേക്കാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി എറോ മാർക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് യൂസസ് സ്പെസിഫിക് ജിയോമെട്രിക് ഷേപ്സ് ടു ഡിനോട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. പ്രത്യേകമായ ജോമെട്രിക് ഷേപ്പാണ് ഉപയോഗിക്കുന്നത്. അതായത് ചില സ്ഥലങ്ങളിൽ പാരലോഗ്രാം ഉപയോഗിക്കുന്നു, ചില സ്ഥലത്ത് റെക്റ്റാങ്കിൾ ഉപയോഗിക്കുന്നു, ചില സ്ഥലത്ത് റോംബസ് ഉപയോഗിക്കുന്നു. അങ്ങനെ പ്രത്യേകമായ ജോമെട്രിക് ഷേപ്പുകളാണ് ഓരോ വ്യത്യസ്തങ്ങളായ ഇൻസ്ട്രക്ഷനും അതായത് നിർദ്ദേശങ്ങൾക്കും ഉപയോഗിക്കുന്നത്. സിൻസ് ഇറ്റ് ഈസ് ഇൻ പിക്ചോറിയൽ ഫോം ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അതൊരു ചിത്രത്തിൻ്റെ രൂപത്തിലായതുകൊണ്ട് ഫ്ലോ ചാർട്ട് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ ഫ്ലോ ചാർട്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഫ്ലോ ചാർട്ടിൻ്റെയും അൽഗോരിതത്തിൻ്റെയും എക്സാമ്പിൾ കണ്ടിരുന്നു. അപ്പോൾ അത് അൽഗോരിതം ടു ഫൈൻഡ് ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ആണ്. ഒരു ചതുരത്തിൻ്റെ വിസ്തീർണവും ചുറ്റളവും കാണുന്നതിൻ്റെ ഒരു അൽഗോരിതമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഫ്ലോ ചാർട്ടും ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം അൽഗോരിതത്തിലെ ഒന്നാമത്തെ സ്റ്റെപ്പ് സ്റ്റാർട്ട് എന്നായിരുന്നു. അതിന് സമാനമായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക സിമ്പിളാണ്. ഇതിന് നമ്മൾ ടെർമിനൽ സിമ്പിൾ എന്നാണ് പറയുക. ഈ രീതിയിൽ തന്നെ നമ്മൾ വരക്കണം. അതായത് രണ്ട് സ്ട്രേറ്റ് ലൈൻ വരക്കുന്നു, ഇവിടെ ഒരു കേർവ് ആയിട്ട് അതിനെ യോജിപ്പിക്കുന്നു. ആ രീതിയിൽ തന്നെ നമ്മൾ സ്റ്റാർട്ടിൻ്റെ സിമ്പിൾ വരക്കണം. അത് കഴിഞ്ഞിട്ട് എറോ മാർക്കാണ്. ദിസ് ഇസ് ഫ്ലോ ലൈൻസ് എന്നതിന് പറയാം. അത് സ്റ്റാർട്ട് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ നമുക്കറിയാം സ്റ്റെപ്പ് 2 ഇൻപുട്ട് L,B എന്നാണ്. നമുക്ക് ലെങ്ത്തിൻ്റെയും ബ്രെഡ്ത്തിൻ്റെയും വാല്യൂ നമുക്ക് ഇൻപുട്ടായി കിട്ടണം. അപ്പോൾ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ ഫ്ലോ ചാർട്ടുകളിൽ പാരലോഗ്രാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പാരലോഗ്രാം തന്നെ വരക്കണം. അപ്പോൾ നമ്മൾ ഇൻപുട്ട് L,B നമുക്ക് ലെങ്ത്തിൻ്റെയും ബ്രെഡ്ത്തിൻ്റെയും വാല്യൂ നമുക്ക് കിട്ടണം. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ പെരിമീറ്ററും ഏരിയയും കാണുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ദിസ് ഇസ് കോൾഡ് പ്രോസസ് എന്നാണ് പറയുക. പ്രോസസ് ആക്ടിവിറ്റി എന്ന് പറയും. P is equal to 2 into L plus B, A is equal to L into B. ഇവിടെ നമുക്ക് സ്റ്റാറിന് പകരമാണെങ്കിൽ നമുക്ക് ഇൻറ്റു ഉപയോഗിക്കാം. നമ്മൾ സാധാരണ നമ്മൾ ഇൻറ്റു എഴുതുക എക്സ് പോലെയാണല്ലേ, അങ്ങനെ എഴുതാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിൻ്റെ സിമ്പിൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൻ്റെ സിമ്പിൾ നമ്മൾ റെക്റ്റാങ്കിളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രോസസ്സിങ് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി, ആക്ടിവിറ്റി റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അരിത്തമെറ്റിക് കാൽക്കുലേഷൻസ് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഇതിനൊക്കെ നമ്മൾ ഫ്ലോ ചാർട്ടിൽ ഉപയോഗിക്കുന്ന സിമ്പിളാണ് റെക്റ്റാങ്കിൾ എന്നാണ്. റെക്റ്റാങ്കിൾ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പ്രിൻ്റ് P,A, അതായത് നമ്മൾ കണ്ട പെരിമീറ്ററും ഏരിയയും നമുക്ക് പ്രിൻ്റ് ചെയ്യണം, ഔട്ട്പുട്ട് ചെയ്യണം. ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പിൾ ഏതാണ്? പാരലോഗ്രാമാണ്. അപ്പോൾ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും ഉപയോഗിക്കുന്ന ഒരേ സിമ്പിളാണ് പാരലോഗ്രാം, അല്ലേ? ഇതിന് നമ്മൾ മലയാളത്തിൽ സമാന്തരീകം എന്ന് പറയും. അത് തന്നെ വരക്കണം, വേറെ സിമ്പിൾ മാറിപ്പോകരുത്. അതിനുശേഷം നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ സ്റ്റാർട്ടിന് ഉപയോഗിച്ച അതേ സിമ്പിളാണ് ടെർമിനൽ സിമ്പിൾ എന്നാണ് പറയാം. ടെർമിനൽ സിമ്പിൾ. അപ്പോൾ അവിടെയും നമ്മൾ രണ്ട് സ്ട്രേറ്റ് ലൈൻ ആദ്യം വരക്കുന്നു, അല്ലേ, നേരെ വരക്കുന്നു. പിന്നെ ഇങ്ങനെ കേർവ് ഉപയോഗിച്ചിട്ട് രണ്ടറ്റവും യോജിപ്പിക്കുന്നു. ഇത് നമ്മൾ ടെർമിനൽ സിമ്പിൾ എന്ന് പറയാം. ഫ്ലോ ചാർട്ട് വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ ആവശ്യമായ അതിനനുയോജ്യമായ സിമ്പിൾ തന്നെ ഉപയോഗിക്കണം. എല്ലാം റെക്റ്റാങ്കിൾ വരച്ചേക്കരുത്, എല്ലാം റൗണ്ട് വരച്ചേക്കരുത്. ഇവിടെ റൗണ്ട് എന്ന് പറയുന്ന ഒരു സിമ്പിൾ നമ്മൾ ഉപയോഗിക്കുന്ന, സർക്കിൾ ഇവിടെ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഫ്ലോ ചാർട്ടിലില്ല. ഇതൊരു ടെർമിനൽ സിമ്പിളാണ്. ഇത് വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ നേരെ രണ്ട് വര വരച്ചിട്ട് അതിൻ്റെ രണ്ടറ്റവും ഇതേ രീതിയിൽ കൂട്ടി യോജിപ്പിക്കുകയാണ് വേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ടു ചെക്ക് വെദർ എ സ്റ്റുഡൻറ്റ് ഈസ് പാസ്ഡ് ഓർ ഫെയിൽഡ് ഇൻ കമ്പ്യൂട്ടർ സയൻസ്. യെസ്, ഒരു കുട്ടി കമ്പ്യൂട്ടർ സയൻസിൽ പാസ്സായോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ട ഒരു ഫ്ലോ ചാർട്ടാണിത്. അപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളാണ്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൽ 60 നമ്മുടെ എഴുത്ത് പരീക്ഷയ്ക്ക് മാർക്ക് ഉണ്ടാവുക. അപ്പോൾ 60 മാർക്കിൽ നിങ്ങൾക്കൊരു മാർക്ക് കിട്ടി. 60 മാർക്കിൻ്റെ ടോട്ടൽ മാർക്ക് 60 വരുന്നതിൽ നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾക്കൊരു മാർക്ക് കിട്ടി. ആ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സായോ ഇല്ലയോ നമുക്ക് ചെക്ക് ചെയ്യണം. അതിനുള്ള ഫ്ലോ ചാർട്ടാണ് നമ്മൾ വരക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സിമ്പിൾ തന്നെയാണ്, സ്റ്റാർട്ട് തന്നെയാണ്. അപ്പോൾ സ്റ്റാർട്ട് എങ്ങനെ വരക്കുക? സ്റ്റാർട്ട് വരക്കുമ്പോൾ അത് രണ്ട്
സ്ട്രേറ്റ് ലൈൻ നേരെ ഇതേപോലെ 2 വര വരക്കുക. കേർവ് ഉപയോഗിച്ച് 2 അറ്റവും ഇതേപോലെ കൂട്ടി യോജിപ്പിക്കുക. ഇത് റെക്റ്റാങ്കിൾ ആയി പോകാൻ പാടില്ല. ഇത് വരക്കുമ്പോൾ ഇത് റെക്റ്റാങ്കിൾ ആയി പോകരുത്, ശ്രദ്ധിക്കണം. പിന്നെ ഏറോ മാർക്കാണ്. ഏറോ മാർക്ക് വെച്ചിട്ട് ഇൻപുട്ട് എം, അതായത് നമുക്ക് മാർക്ക് കിട്ടണം. അപ്പം നിങ്ങളുടെ മാർക്ക് എത്രയാണെന്ന് നിങ്ങൾ ഇൻപുട്ട് ചെയ്യണം. ചില കുട്ടിക്ക് 18 മാർക്കായിരിക്കും, ചില കുട്ടിക്ക് 5 മാർക്കായിരിക്കും, ചില കുട്ടിക്ക് 60 മാർക്ക് തന്നെ ഉണ്ടാവും. അപ്പോൾ എത്രയാണ് മാർക്ക് നമുക്ക് കിട്ടണം, അതാണ് ഇൻപുട്ട് എം. മാർക്കിൻ്റെ വില കിട്ടുക എന്നാണ് ഇതിൻ്റെ അർത്ഥം, അല്ലേ? അപ്പോൾ നമ്മൾ ഏത് സിമ്പിളിലാണ് വരക്കുന്നത്? അത് പാരലോഗ്രാം സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ്. സമാന്തരികം തന്നെ വരക്കണം. ഇതിങ്ങനെ ചെരിഞ്ഞ് വരണം, ഇത് റെക്റ്റാങ്കിൾ ആയി പോകരുത് വരക്കുമ്പോൾ. ദെൻ നേറോ മാർക്ക്. ദെൻ പുതിയൊരു സിമ്പിൾ നമ്മൾ പഠിക്കുകയാണ്. ഇത് നമ്മൾ റോംബസ് എന്നാണ് പറയുക. റോംബസ് സിമ്പിളാണിത്. ഡിസിഷൻ മേക്കിംഗ് സിമ്പിളാണിത്. തീരുമാനം എടുക്കുന്ന സിമ്പിൾ എന്നാണ് ഇത് പറയാം. ഇത് നമ്മൾ കഴിഞ്ഞ ഫ്ലോ ചാർട്ടിൽ കാണാത്ത ഒരു സിമ്പിളാണിത്. ഇവിടെ ഞാനത് എഴുതിയിരിക്കുന്നത് എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80 എന്നത് ഞാനൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുകയാണ്. അതായത് ഇവിടെ ഇൻപുട്ട് ചെയ്ത മാർക്ക്, ആ മാർക്ക് 18 ആണോ അല്ലെങ്കിൽ 18നേക്കാളും കൂടുതലാണോ എന്നാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ കണ്ടീഷൻ എന്ന് പറയും. കണ്ടീഷൻ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. അപ്പം ഒരാൾക്ക് കിട്ടിയ മാർക്ക് 18 ആണെന്ന് കരുതുക. ഈ കുട്ടിക്ക് 19 മാർക്കാണ് ഇവിടെ ഇൻപുട്ട് ചെയ്തത്. അപ്പം 19 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 എന്താണ്? യെസ് ആണ്, അല്ലേ? ട്രൂ ആണ്. അത് ട്രൂ ആകുമ്പോൾ നേരെ ഈ വഴി കൂടിയാണ് വരിക. അപ്പോൾ ഈ ഒരു സിമ്പിളിൻ്റെ പ്രത്യേകത, ഇതിന് ഒന്നിൽ കൂടുതൽ എക്സിറ്റ് പോയിൻ്റ് ഉണ്ടെന്ന് പറയും. അതായത് പുറത്തേക്ക് പോകാൻ ഈ ഒരു വഴിയും കാണുന്നുണ്ട്, ഈ ഒരു വഴിയും കാണുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് വരാനോ എൻട്രി പോയിൻ്റ്, അകത്തേക്ക് വരാൻ ഒറ്റ ഒരു പോയിൻ്റേ ഉള്ളൂ. അപ്പോൾ 1 എൻട്രി പോയിൻ്റ് എന്ന് പറയും. ഒറ്റ എൻട്രി പോയിൻ്റാണുള്ള. എക്സിറ്റ് പോയിൻ്റ് ഇവിടെ എത്രയുണ്ട്? 2 ഉണ്ട്, ചിലപ്പോൾ 3 ഉണ്ടാവാം. സാധാരണ മിക്കവാറും എല്ലാത്തിലും ഒന്നിൽ കൂടുതൽ എക്സിറ്റ് പോയിൻ്റ് ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തു പോകാനുള്ള വഴി ഒന്നിൽ കൂടുതൽ ഉണ്ടാകും. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അല്ലെങ്കിൽ യെസ് ആണെങ്കിൽ ഇതുവഴിയാണ് പോവുക. ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ അല്ലെങ്കിൽ നോ ആണെങ്കിൽ ഇതുവഴിയാണ് പോവുക. അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എമ്മിൻ്റെ വാല്യൂ അനുസരിച്ചിരിക്കും ഇവിടെ നിന്നുള്ള ഫ്ലോ. അപ്പോൾ ഒരു കുട്ടിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 19 മാർക്കാണെങ്കിൽ ആ കുട്ടി ഇവിടെ ഈ കണ്ടീഷൻ ട്രൂ ആണ്. 19 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ശരിയാണ്. അതിനൊരു കുട്ടിക്ക് 18 മാർക്കാണെന്ന് കരുതിക്കോ, 18 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 അതും ശരിയാണ്. ഇനി ഒരു കുട്ടിക്ക് 60 മാർക്കാണെന്ന് കരുതിക്കോ, 60 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ശരിയാണ്, യെസ് ആണ്. അപ്പം ട്രൂ ആവും. ഇതുവഴി വരും. ഇതുവഴി എന്ത് പ്രിൻറ്റ് ചെയ്യും? പ്രിൻറ്റ് പാസ്ഡ് എന്ന് പ്രിൻറ്റ് ചെയ്യും. ആ കുട്ടി പാസ്സായി എന്ന് പ്രിൻറ്റ് ചെയ്യും. ദെൻ സ്റ്റോപ്പ് ചെയ്യും, അല്ലേ? അപ്പം പാസ്ഡ് എന്ന് പ്രിൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പിൾ ഏതാണ്? പ്രിൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പിൾ ഏതാണ്? പാരലോഗ്രാം, അല്ലേ? സമാന്തരികം. സ്റ്റോപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പിൾ ഏതാണ്? ടെർമിനൽ സിമ്പിൾ. ഓക്കെ. ഇനി ഒരു കുട്ടിയുടെ മാർക്ക് ഇൻപുട്ട് ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് കിട്ടിയ മാർക്ക് 17 മാർക്കാണെന്ന് വിചാരിക്കാം. അസ്യൂം ഇറ്റ് ഈസ് 17 ആണ്, 17 ആണ് കിട്ടിയെന്ന് കരുതുക. ഇഫ് ഇറ്റ് ഈസ് 17 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18, 17 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 എന്താണ്? യെസ് ആണോ? നോ ആണ്. നോ ആണ് കണ്ടീഷൻ, അല്ലേ? 17 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18. അപ്പം നോ ആകുമ്പോൾ ഏത് വഴി കൂടിയാണ് വരിക? ഈ വഴി കൂടിയാണ് വരിക. നോ എന്ന് പറയുന്നത് ഏത് വഴി കൂടിയാണ് വരിക? അപ്പോൾ നോ ആയതുകൊണ്ട് പ്രിൻറ്റ് ഫെയിൽഡ് എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? അതിനുപയോഗിക്കുന്ന സിമ്പിൾ ഏതാണ്? പാരലോഗ്രാം ആണ്. സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ഫ്ലോ, അതായത് സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യുന്ന വഴി എന്ന് പറയുന്നത് അത് 2 വഴിയുണ്ട്. അത് നമുക്ക് ഏത് വഴിയാണെന്ന് ഉറപ്പിച്ച് ഇപ്പം പറയാൻ പറ്റില്ല. അത് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന എമ്മിൻ്റെ വാല്യൂവെ ഡിപ്പെൻഡ് ചെയ്ത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ ഓഫ് എം. ഓക്കെ. ഇഫ് ദ വാല്യൂ ഓഫ് എം ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18, ദ ഫ്ലോ ഗോസ് ത്രൂ ദിസ് ഔട്ട്പുട്ട് ലൈൻ or flow goes through this exit point. If this condition is false, the flow goes through this line. No, അല്ലേ? ഇത് വഴി കൂടിയാണ് പോവുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ വി ഹാവ് ലേൺ സോ മെനി സിമ്പിൾസ് ഇൻ ഫ്ലോ ചാർട്ട്. നമ്മുടെ ഫ്ലോ ചാർട്ടിൽ നമ്മൾ പഠിച്ച സിമ്പിൾസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ സിമ്പിളിൻ്റെ പേരാണ് ടെർമിനൽ സിമ്പിൾ എന്നാണ് പറയുക. ടെർമിനൽ സിമ്പിൾ എങ്ങനെയാണ് വരക്കുക? 2 സ്ട്രേറ്റ് ലൈൻ വരക്കുക. എന്നിട്ട് അതിൻ്റെ അറ്റങ്ങൾ ഇങ്ങനെ കേർവ് ഉപയോഗിച്ചിട്ട് ഇതേ രീതിയിൽ യോജിപ്പിക്കുക. ഇതിനെ ടെർമിനൽ സിമ്പിൾ എന്ന് പറയാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ബിഗിനിങ് ആൻഡ് എൻഡിങ് ഇൻ ദി പ്രോഗ്രാം ലോജിക് ഫ്ലോ. അപ്പോൾ നമ്മൾ ഫ്ലോ ചാർട്ട് വരക്കുമ്പോൾ നമ്മൾ തുടക്കം ഈ ഒരു സിമ്പിൾ ഉപയോഗിച്ചിട്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോ ചാർട്ട് അവസാനിക്കുന്നതും. അപ്പോൾ സ്റ്റാർട്ടിനും സ്റ്റോപ്പിനും വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പിളാണ് ഇത്? ടെർമിനൽ സിമ്പിൾ. ഓക്കെ. നെക്സ്റ്റ്, ഇൻപുട്ട് ഔട്ട്പുട്ട്. The parallelogram is used as the input output symbol.
സമാന്തരീകമാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് സിമ്പിളായിട്ട് ഉപയോഗിക്കുന്നത്. ഈ രീതിയിൽ തന്നെ വരക്കണം, ഇങ്ങനെ ചിരിച്ച് തന്നെ വരക്കണം. ഓൾ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻസ് ആർ ഡിനോട്ടഡ് യൂസിങ് ദിസ് സിമ്പിൾ. നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ റീഡ് ABC എന്ന് എഴുതും, അല്ലെങ്കിൽ ഇൻപുട്ട് ABC, ഇൻപുട്ട് MM, ഇതുപോലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ പാരലോഗ്രാം സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എഴുതുക. അതേപോലെ തന്നെ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ പാരലോഗ്രാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എഴുതുക. നെക്സ്റ്റ്, തേർഡ് വൺ, പ്രോസസ്. A rectangle is used to represent processing steps, arithmetic operations such as addition, subtraction, multiplication, division, as well as assigning a value to a variable are expressed using this symbol. അപ്പോൾ എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസുകളും റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി, പ്രോസസ്സിംഗ് സ്റ്റെപ്പ് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ റെക്റ്റാങ്കിളാണ് ഉപയോഗിക്കുക. റെക്റ്റാങ്കിൾ. അപ്പോൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻ, ആഡ് ചെയ്യുന്നത്, സബ്ട്രാക്ട് ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്, അതേപോലെ അസൈൻ ചെയ്യുന്നത്, അതായത് A is equal to L into B, എല്ലും ബിയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ നമ്മൾ A എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഏത് സിമ്പിൾ ഉപയോഗിച്ചാൽ റെപ്രസെൻ്റ് ചെയ്യുക? റെക്റ്റാങ്കിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ. Fourth one, decision. A rhombus is used as decision symbol and it is used to indicate a point at which decision has to be made. അപ്പോൾ തീരുമാനമെടുക്കുന്ന സ്ഥലം, ഒരു കണ്ടീഷൻ വെച്ചിട്ട് തീരുമാനമെടുക്കുന്നത് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റോംബസ് ഉപയോഗിക്കുന്നത്. റോംബസ് സിമ്പിൾ അല്ലേ? റോംബസ് സിമ്പിൾ. എ ബ്രാഞ്ച് ടു വൺ ഓഫ് ടു ഓർ മോർ ആൾട്ടർനേറ്റീവ് പോയിൻറ്റ്സ് ഈസ് പോസിബിൾ ഹിയർ. എ ബ്രാഞ്ച് അല്ലേ? ഒരു ബ്രാഞ്ചിങ് ഉണ്ടാവും. വൺ ഓഫ് ടു ഓർ മോർ ആൾട്ടർനേറ്റീവ് അല്ലേ? രണ്ടോ അതിൽ കൂടുതലോ വഴികളുണ്ടാവും. അതിലേതെങ്കിലും ഒന്നുകൂടി മാത്രമേ പോകൂ കണ്ടീഷൻ അനുസരിച്ചിട്ട് അല്ലേ? രണ്ടോ അതിൽ കൂടുതലോ വഴികളുണ്ടാവും പോകാൻ വേണ്ടി. ദ സിമ്പിൾ ആസ് വൺ എൻട്രി പോയിന്റ് ആൻഡ് മോർ ദാൻ വൺ എക്സിറ്റ് പോയിന്റ് അല്ലേ? ഈ സിമ്പിളിന് ഒരു എൻട്രി പോയിന്റ് എന്ന് വെച്ചാൽ വരുന്ന വഴി, എൻട്രി ചെയ്യാൻ ഒറ്റ വഴി ഉണ്ടാവും. പക്ഷെ പുറത്തേക്ക് പോകാനുള്ള വഴിയോ അത് ഒന്നിൽ കൂടുതൽ ഏതായാലും ഉണ്ടാവും. മിക്കവാറും രണ്ടായിരിക്കും, ചില കേസിലൊക്കെ 3, 4 വരാം. ഓക്കെ. നെക്സ്റ്റ്, ഫ്ലോ ലൈൻസ്. ഫ്ലോ ലൈൻസ് വിച്ച് arrow heads are used to indicate the flow of the operation. The normal flow is from top to bottom and left to right. അപ്പോൾ ഈ ഏറോ മാർക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. സാധാരണ നമ്മൾ ഇതുവരെ വരച്ചതിലൊക്കെ ഏറോ മാർക്ക് മേലെ നിന്ന് താഴോട്ടാണ്, അല്ലെങ്കിൽ ഇടത്തു നിന്ന് വലത്തോട്ടാണ്. ഫ്ലോ എന്ന് വെച്ചാൽ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ എവിടത്തേക്ക് പോകണമെന്ന ആ ഒരു ഫ്ലോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലോ ലൈൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സാധാരണ ഫ്ലോ എവിടെ നിന്നാണ്? മേലെ നിന്ന് താഴോട്ട്, ഇടത്തു നിന്ന് വലത്തോട്ട് അല്ലേ? ടോപ്പ് ടു ബോട്ടം ആൻഡ് ലെഫ്റ്റ് ടു റൈറ്റ്. ഓക്കെ. അതെല്ലാതെയും വരാം. നമുക്ക് ചില ഒരു ഫ്ലോ ചാർട്ടിൽ അങ്ങനെ വരും, നമുക്ക് നോക്കാം. ലാസ്റ്റ് വൺ, കണക്റ്റേഴ്സ്. ഇത് നമ്മൾ ഇതുവരെയുള്ള 2 എക്സാമ്പിളിലും ഈ ഒരു സിമ്പിൾ ഉപയോഗിച്ചിട്ടില്ല. നമുക്ക് നോക്കാം. Whenever flowchart becomes too long or complex and the direction of flow lines are confusing or flowchart spread more than one page, connectors are used to join the flow lines. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുക നമ്മൾ വലിയ ഫ്ലോ ചാർട്ടുകൾ വരയ്ക്കുമ്പോൾ. whenever flowchart becomes too long, ഒരുപാട് നീളമുള്ള ഫ്ലോ ചാർട്ടുകൾ വരയ്ക്കുമ്പോൾ, ഓർ കോംപ്ലക്സ്, ഒരുപാട് ബുദ്ധിമുട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഫ്ലോ ചാർട്ടുകൾ വരയ്ക്കുമ്പോൾ, ആൻഡ് ഡയറക്ഷൻ ഓഫ് ഫ്ലോ ലൈൻസ് ആർ കൺഫ്യൂസിങ്, തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫ്ലോ ലൈൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഓർ ഫ്ലോ ചാർട്ട് സ്പ്രെഡ് മോർ ദാൻ 1 പേജ്, അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് ചിലപ്പോൾ 1 പേജിൽ കൊള്ളില്ല, 2 പേജിലൊക്കെ ആയിട്ട് വരക്കണമെങ്കിൽ കണക്റ്റേഴ്സ് ആർ യൂസ്ഡ് ടു ജോയിൻ ദ ഫ്ലോ ലൈൻസ്. അപ്പോൾ നമ്മൾ കണക്റ്റേഴ്സ് ഉപയോഗിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ സിമ്പിളായ ഫ്ലോ ചാർട്ടൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ തുടക്കത്തിൽ ഈ ഒരു ക്ലാസ്സിലൊക്കെ നമ്മൾ ചെറിയ ഫ്ലോ ചാർട്ട് മാത്രമേ വരക്കൂ. അപ്പോൾ അങ്ങനെയുള്ള ഫ്ലോ ചാർട്ട് നമുക്കൊരു പേജിൽ തന്നെ നമുക്കത് ആ ഒരു പേജിൽ തന്നെ അത് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഫ്ലോ ചാർട്ടുകൾ വരക്കുമ്പോൾ നമ്മൾ കണക്റ്റേഴ്സ് ഉപയോഗിക്കില്ല. നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ കാണിക്കും. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് കണക്റ്റേഴ്സിൻ്റെ ഉപയോഗം നമുക്ക് എക്സാമ്പിൾ സഹിതം നമ്മൾ കാണിക്കുന്നില്ല. അടുത്ത ക്ലാസ്സിൽ നമുക്കത് കാണിക്കാം. ഏതായാലും അതിൻ്റെ ഉപയോഗം എന്താണ്? വലിയ ഫ്ലോ ചാർട്ടുകളൊക്കെ വരക്കുമ്പോൾ നമുക്ക് 1 പേജ് കൊള്ളില്ല. അങ്ങനെയാകുമ്പോൾ നമ്മൾ കണക്റ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ഫ്ലോ ലൈൻസിനെ നമ്മൾ ജോയിൻ ചെയ്യണം. ഓക്കെ. അഡ്വാൻറ്റേജസ് ഓഫ് ഫ്ലോ ചാർട്ടാണ് അടുത്ത ഡിസ്കസ് ചെയ്യണം. അഡ്വാൻറ്റേജസ് ഓഫ് ഫ്ലോ ചാർട്ട്. അപ്പോൾ ഇത് ഞാൻ ടെക്സ്റ്റിലുള്ള അതേ പോയിൻ്റ് ഞാനിവിടെ എടുത്ത് അതേ കണ്ടൻറ്റാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം നമുക്കൊന്ന് നോക്കാം. ഇതിൽ ചിലപ്പോൾ ടെക്സ്റ്റിലുള്ള അതേ സെൻറ്റൻസുകൾ ചില വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഞാൻ ഷോർട്ടായിട്ട് സിമ്പിളായിട്ടുള്ള പോയിൻ്റ് ഞാൻ പറയും. ഇപ്പോൾ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ?
വളരെ നന്നായിട്ട് ആശയവിനിമയം നടത്താമെന്ന് അതിൻ്റെ അർത്ഥം അല്ലേ. ബെറ്റർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ നന്നായി ആശയവിനിമയം നടത്താം. അതായത് നമുക്ക് നോക്കാം ആദ്യം. സിൻസ് എ ഫ്ലോ ചാർട്ട് ഈസ് എ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ പ്രോഗ്രാം, it is easier for a programmer to explain the logic of the program to some other programmer through a flowchart rather than the program itself. അപ്പോൾ ഒരാൾക്ക് ആ പ്രോഗ്രാമിൻ്റെ വർക്കിംഗ് മറ്റൊരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ, ഒരു പ്രോഗ്രാം ലോജിക്കിൻ്റെ ആ പ്രോഗ്രാം എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, ആ ഒരു പ്രോബ്ലം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മറ്റൊരു പ്രോഗ്രാമർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ, വിശദീകരിച്ച് കൊടുക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗം ഏതാണ്? ഫ്ലോ ചാർട്ടാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫ്ലോ ചാർട്ടുകളാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, ഒരു ചിത്രത്തിൻ്റെ രൂപത്തിലായതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഒരാൾക്ക് മറ്റൊരാളുമായി ഇതിൻ്റെ പ്രോഗ്രാമിൻ്റെ ലോജിക്ക് വിശദീകരിച്ച് കൊടുക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗം ഏതാണ്? ഫ്ലോ ചാർട്ടാണ്. ഓക്കെ, ബെറ്റർ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കുട്ടികളെ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് മാത്രം ഓർത്ത് വെക്കുക. അതിൽ കംപ്ലീറ്റ് പഠിക്കണം, A+ വാങ്ങേണ്ട കുട്ടികളൊക്കെ ഫുൾ പഠിക്കണം. അപ്പോൾ എല്ലാ കുട്ടികളും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. എഫക്റ്റീവ് അനാലിസിസ്. ദ ഹോൾ പ്രോഗ്രാം ക്യാൻ ബി അനലൈസ്ഡ് എഫക്റ്റീവ്ലി ത്രൂ ദ ഫ്ലോ ചാർട്ട് ആസ് ഇറ്റ് ക്ലിയർലി സ്പെസിഫൈസ് ദ ഫ്ലോ ഓഫ് ദ സ്റ്റെപ്സ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ദ പ്രോഗ്രാം. എഫക്റ്റീവ് അനാലിസിസ് നന്നായി കാര്യക്ഷമതയോടുകൂടി നമുക്ക് പരിശോധിക്കാം. പ്രോഗ്രാമിൻ്റെ വർക്കിംഗ്, നമ്മൾ എഴുതിയിരിക്കുന്ന സ്റ്റെപ്പുകളുടെ വർക്കിങ്ങുകൾ വളരെ കാര്യക്ഷമതയോടുകൂടി നമുക്ക് പരിശോധിക്കാൻ പറ്റും. ഇതാണ് അർത്ഥം. അനലൈസ്ഡ് എന്ന് വെച്ചാൽ പരിശോധിക്കാം, എഫക്റ്റീവ്ലി എന്ന് വെച്ചാൽ കാര്യക്ഷമതയോടുകൂടി. ഓക്കെ, ഓരോ സ്റ്റെപ്പും ക്ലിയറായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഫ്ലോ ചാർട്ടിൽ പറയും. അതുകൊണ്ട് തന്നെ അത് നമുക്ക് വളരെ കാര്യക്ഷമതയോടുകൂടി നമുക്ക് പരിശോധിക്കാൻ പറ്റും, സ്റ്റെപ്പുകൾ പരിശോധിക്കാൻ പറ്റും. എഫക്റ്റീവ് സിന്തസിസ്. If a problem is divided into different modules and the solution for each module is represented in flowchart separately, they can finally be placed together to visualize the overall system design. അതായത് ഒരു പ്രോബ്ലത്തെ നമുക്കറിയാം, നമ്മൾ ഒരുപാട് മൊഡ്യൂളായി ഡിവൈഡ് ചെയ്യുന്നു പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മൊഡ്യൂളായി ഡിവൈഡ് ചെയ്തിട്ട് ഓരോന്നിൻ്റെയും ഫ്ലോ ചാർട്ട് നമ്മൾ വേറെ വരച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഡിസൈൻ നമുക്ക് പെട്ടെന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. നമ്മുടെ മനസ്സിൽ അത് നമുക്ക് കാണാൻ പറ്റും. ഈ ചെറിയ മൊഡ്യൂളൊക്കെ ഫ്ലോ ചാർട്ട് വരച്ച് റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഓവറോൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ നമുക്ക് എളുപ്പത്തിൽ കഴിയും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എഫിഷ്യൻറ്റ് കോഡിംഗ്. വൺസ് എ ഫ്ലോ ചാർട്ട് ഈസ് റെഡി, പ്രോഗ്രാമർ ഫൈൻഡ്സ് very easy to write the concerned program because flowchart act as a roadmap for them. Efficient coding എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്ലോ ചാർട്ടിൻ്റെ സ്റ്റെപ്പ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇത് നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിലുള്ള പ്രോഗ്രാമാക്കി മാറ്റണം. അപ്പം പ്രോഗ്രാമാക്കി മാറ്റാൻ നമുക്ക് വളരെ എളുപ്പത്തിൽ കഴിയും. നമ്മൾ ഫ്ലോ ചാർട്ട് ആദ്യം വരച്ചു കഴിഞ്ഞാൽ, ഫ്ലോ ചാർട്ട് ഈസ് എ റോഡ് മാപ്പ് എന്ന് വെച്ചാൽ എന്താണ്, അതൊരു വഴികാട്ടിയാണ്. ഫ്ലോ ചാർട്ട് വഴികാട്ടിയാണ് എന്ത് എഴുതാൻ വേണ്ടി, പ്രോഗ്രാം എഴുതാനുള്ളൊരു വഴികാട്ടിയാണ്. അപ്പം ഫ്ലോ ചാർട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രോഗ്രാമുകൾ എഴുതാൻ പറ്റും. ഇറ്റ് ഗൈഡ്സ് ദം to go from the starting point of the program to the final point, ensuring that no steps are omitted. അപ്പോൾ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ അതിലൊരു സ്റ്റെപ്പും മിസ് ചെയ്തിട്ടില്ല, ഒന്നും ഒഴിവായി പോകാതെ നമുക്ക് പൂർണ്ണമായും പ്രോഗ്രാം വളരെ എളുപ്പത്തിലും എഫിഷ്യൻ്റായും എഴുതാൻ നമുക്ക് ഫ്ലോ ചാർട്ട് ഉണ്ടായാൽ നമുക്ക് സാധ്യമാകും. ഓക്കെ, ലിമിറ്റേഷൻസ് ഓഫ് ഫ്ലോ ചാർട്ട്. ഇനി ഫ്ലോ ചാർട്ടിൻ്റെ ലിമിറ്റേഷൻ നോക്കാം, അതിൻ്റെ ന്യൂനതകൾ നോക്കാം. Flowcharts are very time consuming and laborious to draw with the proper symbols and spacing, especially for large complex algorithms. ഇതിൽ നമ്മൾ ഓർമ്മിക്കേണ്ടതും ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ സെൻറ്റൻസുകളാണ്. അപ്പം നമ്മളിതിൽ സിമ്പിളായി ഓർമ്മിക്കാനുള്ള ഒരു വഴി, ഇറ്റ് ഈസ് എ വെരി ടൈം കൺസ്യൂമിങ് പ്രോസസ്സ് എന്ന് ഓർമ്മിച്ചാൽ മതി. എന്ന് വെച്ചാൽ വളരെ സമയം എടുക്കും ഫ്ലോ ചാർട്ട് വരക്കാൻ. ഇതൊക്കെ ഡയഗ്രാമായിട്ടൊക്കെ വരക്കുമ്പോൾ സമയം, ലബോറിയസ്, കുറച്ചും കൂടി ജോലിഭാരം കൂടുതലുള്ള ഒരു ടാസ്ക്കാണ്. നമുക്ക് എഴുത്തിനേക്കാൾ ജോലി കൂടുതലാണ് എന്ത് നമുക്ക് വരക്കാൻ. അൽഗോരിതം നമ്മൾ എഴുതിപ്പോയാൽ മതി. ഫ്ലോ ചാർട്ടാണെങ്കിൽ നമുക്ക് ഓരോ സിമ്പിളും വരക്കണം, അപ്പോൾ സമയമെടുക്കും, കുറച്ച് ജോലി കൂടുതലുള്ള ഒരു ബുദ്ധിമുട്ടുള്ളതാണ് ഫ്ലോ ചാർട്ട് വരക്കുക എന്നുള്ളത്.
പ്രത്യേകിച്ച് ചെറിയ ചെറിയ അൽഗോരിതമല്ല, കോംപ്ലക്സ് അൽഗോരിതം, ഒരു വലിയ അൽഗോരിതത്തിനൊക്കെ നമുക്ക് ഫ്ലോ ചാർട്ട് വരക്കുക എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് സമയമെടുക്കും, ഒരുപാട് ലബോറിയസ് ആയിട്ടുള്ള ജോലിഭാരം കൂടിയ ഒരു വർക്കാണ്. ഓക്കെ, ഓയിങ് ടു ദ സിമ്പിൾ സ്ട്രിങ് നേച്ചർ ഓഫ് ഫ്ലോ ചാർട്ടിങ് അല്ലേ, അതായത് സിമ്പിളുമായിട്ടാണ് അതിൻ്റെ ബന്ധം. ഓരോ സിമ്പിൾ അതിൻ്റേതായ ആവശ്യമായ സിമ്പിൾ തന്നെ നമ്മൾ ഉപയോഗിക്കണം. ഇപ്പോൾ പാരലോഗ്രാം വരക്കേണ്ടത് പാരലോഗ്രാം തന്നെ വരക്കണം. അപ്പോൾ അവിടെ നമ്മൾ റെക്റ്റാങ്കിൾ കൊണ്ടുപോയിട്ട് വരച്ചാലോ അത് നമുക്ക് മാറ്റി വരക്കണം, അത് ശരിയാവില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാറ്റിയിട്ട് അവിടെ ഒരു അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആക്കണമെങ്കിൽ നമുക്ക് ആ സിമ്പിൾ തന്നെ മാറ്റണം. വെറുതെ എഴുത്ത് മാത്രം മാറ്റിയാൽ മതിയാവോ? സിമ്പിൾ ഓരോന്നിനും ഓരോ സിമ്പിളാണ്. ഇൻപുട്ട് ഔട്ട്പുട്ടിന് ഉപയോഗിക്കുന്ന സിമ്പിളല്ല നമ്മൾ പ്രോസസ്സിന് ഉപയോഗിക്കുക. അപ്പം സിമ്പിളുമായി അതിന് വളരെ ഓരോ ആവശ്യമായ സിമ്പിൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ എനി ചേഞ്ച് ഓർ മോഡിഫിക്കേഷൻ ഇൻ ദ ലോജിക് ഓഫ് ദി അൽഗോരിതം യൂഷ്വലി റിക്വയർസ് എ കംപ്ലീറ്റ്ലി ന്യൂ ഫ്ലോ ചാർട്ട്. അപ്പോൾ നമ്മൾ ഒരു വരച്ച ഫ്ലോ ചാർട്ടിൽ നമ്മൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ ഒരു ചെറിയൊരു ലോജിക്കിലൊക്കെ മാറ്റം വരുത്തുകയാണെങ്കിൽ നമുക്കൊരു പക്ഷേ നമുക്ക് ആ ഫ്ലോ ചാർട്ട് തന്നെ കംപ്ലീറ്റ് മാറ്റി വരക്കേണ്ടി വരും. കാരണം സിമ്പിളെല്ലാം ചിലപ്പോൾ മാറിപ്പോവും. അപ്പോൾ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടും കൂടി ഫ്ലോ ചാർട്ടിനുണ്ട്. ഓക്കെ, എന്തെങ്കിലും മാറ്റങ്ങൾ നമ്മൾ കോഡിങ്ങിൽ ലോജിക്കിൽ വരുത്തുകയാണെങ്കിൽ നമുക്ക് ഫ്ലോ ചാർട്ടുകൾ മാറ്റി വരക്കേണ്ടി വരും. ഓക്കെ, there are no standards determining the amount of detail that should be included in a flow chart. അതായത് എത്രത്തോളം ഡീറ്റെയിൽസുകൾ, വിശദാംശങ്ങൾ ഓരോ ഫ്ലോ ചാർട്ടിൽ ഉൾപ്പെടുത്തണമെന്ന് കുറിച്ച് പ്രത്യേകമായ നിയമങ്ങളൊന്നുമില്ല. എത്രത്തോളം വിശദാംശങ്ങൾ ഒരു ഫ്ലോ ചാർട്ടിൽ ഉൾപ്പെടുത്തണം എന്നതിനെപ്പറ്റി വ്യക്തമായ ഒരു നിയമങ്ങളോ ഒരു മാനദണ്ഡങ്ങളോ ഇല്ല. അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പം 3 ലിമിറ്റേഷനാണ് ഉള്ളത്. നമുക്ക് മറ്റൊരു എക്സാമ്പിളിലൂടെ നോക്കാം. എ ഫ്ലോ ചാർട്ട് ടു ഫൈൻഡ് സം ആൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ് ആണ്. 3 സംഖ്യയുടെ തുകയും ശരാശരിയും കാണുന്ന ഫ്ലോ ചാർട്ടാണ്. അൽഗോരിതം നമ്മൾ വരച്ചിട്ടുണ്ട് അല്ലേ, അൽഗോരിതം നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സിമ്പിൾ സ്റ്റാർട്ടാണ്. സ്റ്റാർട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഏത് സിമ്പിളാണ്? ടെർമിനൽ സിമ്പിളാണ്, എയറോ മാർക്ക്. ഇൻപുട്ട് ABC, ദിസ് ഇസ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. അതിന് വേണ്ടി ഉപയോഗിക്കുന്നത് പാരലോഗ്രാം ആണ് അല്ലേ. ABC എന്താണ്? 3 നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിളാണ് ABC അല്ലേ. ഇൻപുട്ട് എന്ന് ഉപയോഗിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. വേണമെങ്കിൽ ഇവിടുന്ന് പകരം റീഡ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ആക്സെപ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഒരു എയറോ മാർക്ക്. ദെൻ ദിസ് ഇസ് പ്രോസസ്സിംഗ് അല്ലേ. പ്രോസസ്സിംഗ് ഇറ്റ് റെപ്രസെൻറ്റഡ് ഇൻ റെക്റ്റാങ്കിൾ. S is equal to A plus B plus C. നമ്മൾ സമ്മ് അരിത്തമെറ്റിക് ഓപ്പറേഷൻ അല്ലേ, അത് നമ്മൾ S എന്ന് പറയുന്ന വേരിയബിൾ അതിൻ്റെ തുക സ്റ്റോർ ചെയ്യുന്നു. AVG എന്തിനാ ഉപയോഗിക്കുന്ന വേരിയബിളാണ്? ആവറേജിന് വേണ്ടി ഉപയോഗിക്കുന്ന വേരിയബിളിൻ്റെ പേര് നമ്മൾ ഇവിടെ എന്താ ഉപയോഗിച്ചത്? AVG എന്നാണ് ഉപയോഗിച്ചത്. AVG ഈക്വൽ ടു S/3 അല്ലേ. സമ്മിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് AVG എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നു. ഈ രണ്ടും നമ്മൾ കണ്ടതിന് ശേഷം അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എയറോ മാർക്കായി ഡിനോട്ട് ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇവിടത്തേക്ക് എത്തണം. പ്രിൻറ്റ് S, AVG നമ്മൾ സമ്മും ആവറേജും നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ, മറ്റൊരു അൽഗോരിതം നോക്കാം. എ ഫ്ലോ ചാർട്ട് ടു ഫൈൻഡ് ഹൈറ്റ് ഓഫ് ദ ടോളർ വൺ എമംഗ് 2 സ്റ്റുഡൻസ്. ഇപ്പോൾ 2 കുട്ടികളിൽ ആരാണ് ഹൈറ്റ് കൂടുതലുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അതിനുള്ള ഫ്ലോ ചാർട്ടാണിത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സിമ്പിൾ ഏതാണ്? സ്റ്റാർട്ട് സിമ്പിളാണ്. ഇൻപുട്ട് H1, H2 ഇതെന്താണ്? 2 കുട്ടികളുടെ ഹൈറ്റ് നമുക്ക് ഇൻപുട്ടായി കിട്ടണം. ഇപ്പോൾ ഒരാൾ 162 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിച്ചോ, H1 162 ആണെന്ന് വിചാരിച്ചോ, H2 171 ആണെന്ന് വിചാരിച്ചോ, 171, 162 ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ 2 ഹൈറ്റ് നമുക്ക് ഇൻപുട്ടായി കിട്ടുന്നു. സപ്പോസ് ഇറ്റ് ഈസ് ഇൻ സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ നമ്മൾ റോംബസ് ഉപയോഗിക്കുകയാണ്. ഈ H1 ഗ്രേറ്റർ ദാൻ H2. ഇപ്പം ഞാൻ H1 162 സപ്പോസ് എക്സാമ്പിളിൽ 162 ഗ്രേറ്റർ ദാൻ 171 ആണോ? 162 ഗ്രേറ്റർ ദാൻ 171 ആണ്. അപ്പം നോ ആ വരിക. അപ്പോൾ ഏതാണ് ഹൈറ്റ് കൂടിയ? പ്രിൻറ്റ് H2. 171 ഹൈറ്റ് കൂടിയതെന്ന് മനസ്സിലായി, സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരു ഡിസിഷൻ കണ്ടീഷനാണ്. ഏതാണ് വലുത് നോക്കുന്നു. H1 ആണ് വലുതെങ്കിൽ ഏതിലേക്കാണ് പോവുക? എസ് കൂടി ഇങ്ങോട്ട് വന്നിട്ട് H1 ആണ് വലുത് എന്ന് ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നു അല്ലേ. ടോളർ വലിയ നീളം കൂടിയ ഇതെന്ന് പ്രിൻ്റ് ചെയ്യുന്നു. അതിനുശേഷം നേരെ ഇങ്ങനെ വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ ഏറോ മാർക്ക് നോക്കിയാട്ടെ നിങ്ങൾ. ഏറോ മാർക്ക് ഇവിടെ താഴോട്ട് വന്നു, പിന്നെ ഇവിടെ അടുത്തോട്ടൊക്കെ വരാം അല്ലേ, അങ്ങനെയൊക്കെ വരാം. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ ഹൈറ്റിൻ്റെ 2 വാല്യൂ നമ്മളിവിടെ ഇൻപുട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഒരു കുട്ടിയുടെ ഒന്നാമത്തെ കുട്ടിയുടെ ഹൈറ്റ് 170 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക, രണ്ടാമത്തെ 160 സെൻറ്റിമീറ്റർ ആണെന്ന് കരുതിക്കോ. അപ്പോൾ H1 170, H2 160 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ എത്തി. അപ്പോൾ 170 ഗ്രേറ്റർ ദാൻ 160 എന്താണോ? യെസ് ആ ഇത് കൂടി വരാം. അപ്പം പ്രിൻറ്റ് H1. അപ്പോൾ 170 വലുതെന്ന് വന്നു. എന്നിട്ട് ഇവിടത്തേക്ക് വന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു.
അന്നേരം ഇത് എക്സിക്യൂട്ട് ചെയ്യുമോ? ഇല്ല. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇൻപുട്ട് H1 H2. അപ്പോൾ ഒന്നാമത്തെ കുട്ടിയുടെ 180 ആണെന്ന് വിചാരിച്ചു, H2ൻ്റെ 190 എന്ന് വിചാരിച്ചു. ഇപ്പോൾ 180 സെൻറ്റിമീറ്റർ, ഇത് 190 180 190 സെൻറ്റിമീറ്റർ എന്ന് വിചാരിക്കാം. അപ്പോൾ 180 ഗ്രേറ്റർ ദാൻ 190 ആണോ? 180 ഗ്രേറ്റർ ദാൻ 190. 180 ഗ്രേറ്റർ ദാൻ 190 ആണോ? അല്ല. അപ്പോൾ നോ ഇവിടെ വരും. അപ്പോൾ പ്രിൻറ്റ് H2. അപ്പോൾ 190 പ്രിൻറ്റ് ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ അൽഗോരിതം ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കാം. ഇറ്റ് ഈസ് എ ഫ്ലോ ചാർട്ട് ടു ഫൈൻഡ് സം ആൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ്. നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഫ്ലോ ചാർട്ടാണിത്. ഇതിൽ ഓരോ സ്റ്റേറ്റ്മെൻറ്റും വൺ ആഫ്റ്റർ എന്നതാണ്. ഇപ്പോൾ സ്റ്റാർട്ട് എന്ന് പറയുന്ന സ്റ്റെപ്പ് കഴിഞ്ഞാൽ നേരെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് ABC. അത് കഴിഞ്ഞിട്ട് നേരെ അടുത്ത സ്റ്റെപ്പ് S = A + B + C, ABG = S/3. നെക്സ്റ്റ് പ്രിൻറ്റ് S, ABG. നെക്സ്റ്റ് സ്റ്റോപ്പ്. ഇതിങ്ങനെ ഒരു 1 by 1 ആയിട്ടൊരു സീക്വൻഷ്യൽ മാനറിലാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? വൺ ആഫ്റ്റർ അനദറിനെ സീക്വൻഷ്യൽ മാനർ, ഒന്നിന് പിറകെ ഒന്നായി ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും. ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് സീക്വൻഷ്യൽ ഫ്ലോ എന്ന് പറയും. അതായത് ഒരു അൽഗോരിതത്തിൻ്റെയോ അല്ലെങ്കിൽ ഫ്ലോ ചാർട്ടിൻ്റെയോ സ്റ്റെപ്പുകൾ ഒന്നിന് പിറകെ ഒന്നായി എക്സിക്യൂട്ട് ചെയ്യുന്നതിനെ നമ്മൾ എന്ന് പറയും, സീക്വൻഷ്യൽ ഫ്ലോ എന്ന് പറയും. നമുക്ക് നോക്കാം എന്താണ് സീക്വൻഷ്യൽ ഫ്ലോ. When instructions are executed one by one in a sequential manner, it is called sequential flow. അതായത് സ്റ്റേറ്റ്മെൻറ്റ് 1 കഴിഞ്ഞാൽ നേരെ സ്റ്റേറ്റ്മെൻറ്റ് 2, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് 3, അങ്ങനെ തുടർച്ചയായി പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇതിനെ എന്ത് പറയുന്നത്? സീക്വൻഷ്യൽ ഫ്ലോ എന്ന് പറയുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ടാമത്തെ അൽഗോരിതം നോക്കാം. എ ഫ്ലോ ചാർട്ട് ടു ഫൈൻഡ് ഹൈറ്റ് ഓഫ് ദ ടോളർ വൺ എമംഗ് 2 സ്റ്റുഡൻസ്. 2 കുട്ടികളിലെ ആർക്കാണ് ഹൈറ്റ് കൂടുതലെന്ന് കണ്ടുപിടിക്കുന്ന ഫ്ലോ ചാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഒരു ഫ്ലോ ചാർട്ടിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിലെപ്പോഴും ഈ വഴി തന്നെയാണോ വരിക? ഇപ്പം സ്റ്റാർട്ട് ഇത് കഴിഞ്ഞിട്ട് ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് എപ്പോഴും ഇതിൻ്റെ നേരെ താഴെ ഈ സ്റ്റെപ്പ് തന്നെയാണോ എക്സിക്യൂട്ട് ചെയ്യുക? ആണോ? അല്ല. നമുക്ക് പറയാൻ പറ്റുമോ ഇത് തന്നെ എക്സിക്യൂട്ട് ചെയ്യുക? വൺ ആഫ്റ്റർ അനദർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമോ? ഇല്ല. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ, ഈ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എത്തിക്കഴിഞ്ഞാൽ ചില സമയത്ത് ഇത് കൂടിയാണ് പോവുക അല്ലേ? ഈ വഴി കൂടിയാണ് ചില സമയത്ത് പോവുക. ചില സമയത്ത് നേരെ ഇങ്ങോട്ട് ഈ വഴി കൂടി തന്നെ വരും. അപ്പോൾ എപ്പോഴാണ് ഇതിൻ്റെ ഡിസിഷൻ എങ്ങനെയാണ് എടുക്കുക? ഇതിൻ്റെ കണ്ടീഷൻ ട്രൂ ആണോ നോക്കും അല്ലേ? ഇവിടെ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ വഴി കൂടി പോകുന്നു, ഫോൾസ് ആണെങ്കിൽ ഈ വഴി കൂടി പോകുന്നു അല്ലേ? നേരത്തെ സീക്വൻഷ്യൽ ഫ്ലോ എന്തായിരുന്നു? ഇങ്ങനെ ഒരു സിമ്പിൾ ഉണ്ടായിരുന്നോ? ഇല്ല. ഒന്ന് കഴിഞ്ഞാൽ നേരെ അടുത്തത് താഴെയുള്ള, അത് കഴിഞ്ഞാൽ നേരെ താഴെയുള്ള, അത് കഴിഞ്ഞാൽ നേരെ താഴെ, അങ്ങനെയായിരുന്നു നേരത്തെ നമ്മൾ സീക്വൻഷ്യൽ ഫ്ലോയിൽ ഡിസ്കസ് ചെയ്ത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ഈ ഒരു സിമ്പിൾ എത്തിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള കണ്ടീഷൻ നോക്കിയിട്ട് അത് ട്രൂ ആണെങ്കിൽ ഇതിൽ കൂടി വരുന്നു, ഫോൾസ് ആണെങ്കിൽ ഇത് കൂടി വരുന്നു അല്ലേ? അങ്ങനെയുള്ള ഫ്ലോ എന്ന് പറയുന്ന പേരാണ് സെലക്ഷൻ ഫ്ലോ എന്ന് പറയും. എന്താ പറയുക? സെലക്ഷൻ ഫ്ലോ. ഡെഫിനിഷൻ നോക്കാം. സെലക്ഷൻ ഫ്ലോ. വെൻ ഇൻസ്ട്രക്ഷൻസ് ആർ എക്സിക്യൂട്ടഡ് ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ, ഇറ്റ് ഈസ് കോൾഡ് സെലക്ഷൻ ഫ്ലോ. ഒരു കണ്ടീഷൻ ബേസ് ചെയ്തിട്ടാണ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മളെന്ത് പറയും? സെലക്ഷൻ ഫ്ലോ എന്ന് പറയും. വെൻ കണ്ടീഷൻ ഈസ് ട്രൂ, സം സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ എക്സിക്യൂട്ടഡ്, ട്രൂ ബ്ലോക്ക്. കണ്ടീഷൻ ശരിയാണെങ്കിൽ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നു, അത് നമ്മൾ ട്രൂ ബ്ലോക്ക് എന്ന് പറയും. വെൻ കണ്ടീഷൻ ഈസ് ഫോൾസ്, കണ്ടീഷൻ തെറ്റാണെങ്കിൽ സം അതർ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ എക്സിക്യൂട്ടഡ്, മറ്റു ചില സ്റ്റേറ്റ്മെൻറ്റാണ് എക്സിക്യൂട്ട് ചെയ്യുക, അത് നമ്മൾ ഫോൾസ് ബ്ലോക്ക് എന്ന് പറയും. ഇവിടെ അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇത് സെലക്ഷൻ ഫ്ലോൻ്റെ ഫ്ലോ ചാർട്ട് സിമ്പിളാണിത്. കണ്ടീഷൻ നോക്കുന്നു, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതുവഴി വരുന്നു, ഇവിടെ ട്രൂ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അതിൻ്റെ നേരെ ഇങ്ങോട്ടേക്ക് വരുന്നു. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിലോ ഈ ഒരു ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു അല്ലേ? അപ്പോൾ എല്ലാ സമയത്തും ഇത് രണ്ടും എക്സിക്യൂട്ട് ചെയ്യോ അല്ല, ഏതെങ്കിലും ഒന്ന് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുകയുള്ളൂ. സെലക്ഷൻ ഫ്ലോ എന്ന് പറഞ്ഞാൽ അതാണ്. കണ്ടീഷൻ അനുസരിച്ചിട്ട് ശരിയാണെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നു, കണ്ടീഷൻ തെറ്റാണെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ ചെയ്യുന്നു. ഇതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? സെലക്ഷൻ ഫ്ലോ എന്ന് പറയുന്നു. ഓക്കെ ആണല്ലോ? ഓക്കെ, താങ്ക് യു.